നിന്റെ പക എനിക്ക് മനസ്സിലായി. അതുമല്ല നിന്റെ സങ്കടവും മനസ്സിലായി. എന്ന പ്രതികാരം കൊണ്ട് മാത്രം സങ്കടം മാറ്റാനാവില്ല. ഒരു തവണ ശാന്തനായി ആലോചിച്ചു നോക്ക്. നിനക്ക് വേണ്ട ഈ വഴി. ഞാനും വേണ്ടെന്നാ വിചാരിച്ചേ. പക്ഷെ മനസ്സ് വിടരുതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ എന്റെ വിചാരത്തെക്കാൾ മനസ്സിനെയാണ് മാനിക്കുന്നത്. വാ. എന്താണ് രാമു? ആകർഷ നാഗഭൂഷണത്തിന്റെ മകളാണെന്ന് പറയാൻ ചെന്താ? ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവനാ ഞാൻ കാരണം മറ്റാർക്കും ഒന്നും നഷ്ടപ്പെടരുത്. നിങ്ങൾ ആകർഷ വീട്ടിൽ കൊണ്ടുപോയി വിട്. ഭിക്ഷാപതി അച്ഛനുമായിട്ട് എപ്പോഴാണ് സിറ്റിയിലേക്ക് വരുന്നത്? പതിവ് പോലെ 11 മണിക്ക് അവന്റെ ഫ്ലൈറ്റില്. 11:15 12 വരെ പാർട്ടി ഓഫീസിൽ പ്രസ് മീറ്റ്. 4:30 തിരിച്ച് ഡൽഹിക്ക്. എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അവൻ എന്റെ കോളേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിരിക്കണം. എങ്ങനെ? ഇത് അവന്റെ ഡേ പ്ലാനിലില്ലല്ലോ. എന്റെ പ്ലാനിലുണ്ട്. അവൻ വരും, വന്നേ തീരൂ. കേന്ദ്രമന്ത്രി ഉമാപതി സിന്ദാബാദ്. ഉമാപതി സിന്ദാബാദ്. ഉമാപതി സിന്ദാബാദ്. ഉമാപതി സിന്ദാബാദ്. കേന്ദ്രമന്ത്രി ഉമാപതി സിന്ദാബാദ്. സിന്ദാബാദ്. നിർത്ത്. ഉമാപതി. എന്താണ് എല്ലാരും എന്നെ സ്വീകരിക്കാൻ വരുന്നോ അതോ കയ്യേറ്റം ചെയ്യാൻ വരുന്നോ? 1 by 1. അതെ, ഇപ്പോഴാ സാറിന്റെ ഹാർട്ട് സർജറി കഴിഞ്ഞത്. കഴുതയുടെ മോനെ കോപ്പിലെ വർത്താനം പറയുന്നു. കൊതുകിനെ അടിച്ചതാ ഞാന്. ഡാ, ആ ടിക്കറ്റ് ശരിയാകുന്ന വരെ ഒന്ന് മര്യാദയ്ക്ക് ഇരുന്നോളണം. ഇപ്പൊ തന്നെ എനിക്ക് 80 കോടിയാ ചെലവായിരിക്കുന്നത്. അതിനിടയ്ക്ക് ഇനി ഏതെങ്കിലും പെണ്ണിന്റെ പുറകെ പോയാലും നിന്റെ വരി ഞാൻ ഉടച്ചു കളയും. മകനാണെന്നുള്ള പരിഗണനയൊന്നും ഇനി എന്റെ കയ്യിൽ നിന്ന് കിട്ടുകയില്ല. എന്ന് വെച്ചാല് എന്റെ മകനെ അവൻ അങ്ങ് കൊന്നു കളയുമെന്നല്ലേ? താൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണോ ജോലി ചെയ്യുന്നത് അതോ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലാണോ? ഇതുപോലൊരു ന്യൂസും കൊണ്ട് എന്റെ മുമ്പിൽ വരാൻ തനിക്ക് നാണമില്ലടോ. ഏയ്, ഇത്തവണ നിങ്ങളെക്കാൾ മുന്നേ അവനെ തീർത്ത് കളയുന്ന ഞാനായിരിക്കും. നിന്നെ പോലൊരു പേടിക്കൊടലനല്ല ഞാൻ. ഭയപ്പെടാത്ത ജാതിയാ. എടാ വിടടാ. എന്നെ എന്റെ മകനെ സംരക്ഷിക്കേണ്ട ബാധ്യത തനിക്കുള്ളതാ, തനിക്ക് മാത്രം. ത്രട്ടൻ ചെയ്യാണോ നിങ്ങൾ എന്നെ? അതേടോ, ത്രട്ടം ചെയ്യുക തന്നെയാ. വേണ്ടി വന്ന തട്ടിക്കളയുകയും ചെയ്യും. എന്തോന്ന് സാറ് 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 ഇതിനൊക്കെ ഒരു ഫോർമാലിറ്റി ഇല്ലേ? ഒരു മര്യാദയില്ലേ? പത്രക്കാർക്ക് എന്റെ നമസ്കാരം. പെട്ടെന്നുള്ള ഈ സന്ദർശനത്തിന്റെ പിന്നിലുള്ള താല്പര്യം എന്ത് പറയാനാ ഞാന്? ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ട് ഞാൻ ഹൂതടിച്ച എന്റെ ആൾക്കാര് എല്ലാം കഴിവേറി പോയി. അതിനു മുമ്പ് കാണാൻ വന്നതാ. എന്തൊരു കൂതറ ചോദ്യമാണോ ചോദിച്ചത്? രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായി കേന്ദ്രമന്ത്രി ഇവിടെ വരുമ്പോ നിന്റെ ഉണങ്ങിയ ഒരു ചോദ്യം നിന്നെ മോന് ടിക്കറ്റ് മേടിക്കാൻ വേണ്ടി വന്ന ഒരു സംസാരം ഉണ്ടല്ലോ. അതാരാ? കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ നിനക്കൊരു സ്വെറ്ററൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് എന്ത് ചെയ്യിപ്പോ? എന്റെ ഭാര്യയ്ക്ക് കുത്തിക്കൊള്ളൂന്ന് പറഞ്ഞ കാരണം ഞാനത് മാറ്റി സാറേ. ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത മാറ്റി നന്നായി. ഇല്ലപ്പോ എന്റെ ഭാര്യ മാറേണ്ടി വന്നേനെ. നെക്സ്റ്റ്. സ്വന്തം മകനെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കാൻ താങ്കൾക്ക് ഉദ്ദേശമുണ്ടോ? ഈ ഒരു ചോദ്യത്തോടു കൂടി ഇന്നത്തെ പ്രസ് മീറ്റ് അവസാനിപ്പിക്കാം. ബോലോ ഭാരത മാതാ കീ ജയ്. ഇതെന്താ ഭാരത മാതാ കീ ജയ്. പിടിച്ചോണ്ട് വീട്ടിൽ പോടാ നായിന്റെ മക്കളെ. നിങ്ങൾ എന്റെ പ്രാണനാ. നിങ്ങൾ നോ പറയുന്നു എനിക്ക് തോന്നുന്നില്ല. എന്ത് വേണം? രാഷ്ട്രീയക്കാർ 1000 2000 കൊണ്ട് എങ്ങനെ ജീവിക്കാനാ? വട്ടച്ചെലവിന് പോലും അത് തികയില്ലാന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാവുന്നതല്ലേ? നിസാര പീഡനത്തിന് പോലും എത്ര ലക്ഷമാണ് ഇപ്പൊ ചോദിക്കുന്നത്? എന്റെ മകനാണെങ്കിൽ അതിപ്പോ കൃഷിയായിട്ട് കൊണ്ടു നടക്കുകയും കൂടെയാ. ലാസ്റ്റ് മിനിറ്റിൽ ഹീറോ കാല് മാറി സർ. കോളേജിൽ ഞങ്ങളുടെ മാനം പോവും. സിനിമ ഹീറോയ്ക്ക് പകരം ഞാനെങ്ങനെ? അത് ശരിയാവോ? അവൻ വെറും യൂത്ത് ഹീറോ. പക്ഷെ സാറാണ് ഞങ്ങളുടെ റിയൽ ഹീറോ. വി ഓൾ ആർ യുവർ ഫാൻസ് സർ. എന്നാന്ന് വെച്ചാ രാഷ്ട്രീയക്കാരുടെ മക്കൾക്ക് ഇതൊരു പ്രസ്റ്റീജും പ്രിവിലേജും കൂടിയാണേ. ജസ്റ്റ് 5 minutes മാത്രം മതി സർ. അത് കഴിഞ്ഞ് വിട്ടേക്കാം പ്ലീസ്. നിങ്ങളുടെ കാര്യം തീരും. ഞാൻ ഫംഗ്ഷൻ കഴിഞ്ഞ് ഗസ്റ്റ് ഹൗസിൽ പ്രൈവറ്റ് പാർട്ടി ഉണ്ട്. ഓൺലി ഫോർ യു. എന്നാ ഞാൻ വരുന്നുണ്ട്. ഓൺലി ഫോർ യു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. കിളിയിൽ സാരി ചുറ്റി കാണിച്ചാൽ നീ മണപ്പിച്ചുകൊണ്ട് വരുമെന്ന് എനിക്കറിയാമായിരുന്നടാ. നിന്നെ എവിടെ അടിക്കണമോ അവിടെ അടിച്ചു. എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാണ്ട് ഡയറക്റ്റ് ആയിട്ട് വന്നതിന് താങ്ക്സ്. എന്നെ തിരഞ്ഞൊരു പെണ്ണ് വന്നപ്പോ തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നതാ.
എന്റെ ബലഹീനത കൊണ്ടല്ലടാ ഞാനിവിടെ വന്നത്, ബലം കൊണ്ട് ജയിക്കാൻ വന്നാടാ. ACP അവനാ മൈക്കിനെടുത്തുണ്ട്, പിടിച്ചേട്ടാ അവനെ. എന്തു പറ്റി സർ? അവൻ എന്റെ അച്ഛനെ കിഡ്നാപ്പ് ചെയ്തു. എന്ത് ചെയ്യായിരുന്നടാ നീയൊക്കെ? എവിടെ പോയി കിടക്കായിരുന്നടാ? ഞങ്ങൾ നിങ്ങളെ ഫോക്കസ് ചെയ്തപ്പോ അവൻ നിങ്ങളുടെ അച്ഛനെ ഫോക്കസ് ചെയ്തു. നിന്റെ വായു മൂടിക്കെട്ടി നിന്റെ ഗുണ്ടകളെയൊക്കെ വിട്ടിട്ട് ആദിത്യപുരത്തേക്ക് വാ. ഇല്ലെങ്കിൽ വരുമടാ, ഒറ്റയ്ക്ക് തന്നെ വരൂടാ. നിന്നെ എന്ത് വില കൊടുത്തും ഇവിടെ കൊണ്ടുവരാൻ ഞാനും ഒരിക്കലെങ്കിലും ഇവനെ ഞങ്ങൾക്ക് വിട്ടുതരുമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ നാട്ടുകാരൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നടാ. മുല്ലപ്പള്ളി നാഗഭൂഷണത്തെ കൊന്നപ്പോ നീ ഒരു ഹീറോ ആണെന്ന് ഞാൻ വിചാരിച്ചു. എന്നെ പറ്റിച്ച് എന്റെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയപ്പോ നീ ഒരാണാണെന്നാ കരുതിയേ. എന്നോട് തനിച്ചു വരാൻ പറഞ്ഞിട്ട് നീ എന്താടാ നാട്ടുകാരെ മുഴുവൻ കൂട്ടിക്കൊണ്ടുവന്നിരിക്കും. ഇവരാരും നിന്നെ തൊടില്ല. അമ്മയാണ് സത്യം. ഞാൻ ഈ കൈ ഉയർത്തി കാണിക്കാതെ ഇവരാരും നിന്നെ തൊടില്ല. ഏതൊരച്ഛനും മരിക്കാൻ നേരത്ത് മകനെ കാണാൻ ആഗ്രഹിക്കും. എന്നാൽ നിന്റെ അച്ഛൻ മകന്റെ മരണം കാണാൻ പോവാ. കൊണ്ടുപോവാ. അതിങ്ങതാ എടാ, ആദിത്യപുരത്ത് ഒരു പെണ്ണിനെ തൊട്ടതിന് ഇത്രയധികം നാശനഷ്ടങ്ങൾ വരുത്തി നീ എനിക്ക്. നിന്റെ മുന്നിലിട്ട് ഈ നാട്ടിലുള്ള ഓരോ വീട്ടിലെയും പെണ്ണുങ്ങളെ ഞാൻ പോലീസ് പ്രൊട്ടക്ഷനോടെ ബലാത്കാരം ചെയ്യൂടാ. നിനക്ക് തടയാൻ പറ്റുമെങ്കിൽ തടയടാ. ഈ രാജ്യത്ത് തെറ്റ് ചെയ്യുന്നവർ ഇവിടെ നിയമമുണ്ടെന്ന് ഭയപ്പെടുന്നില്ല. തെറ്റ് ചെയ്താൽ രക്ഷപ്പെടാൻ നിയമമുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് തെറ്റ് ചെയ്യുന്നത്.
സർ, ഇപ്പോൾ ആദിത്യപുരത്ത് നടന്ന കലാപത്തിനിടയ്ക്ക് മിനിസ്റ്റർ ഉമാപതിയും അയാളുടെ മകൻ ഭിക്ഷാപതിയും വധിക്കപ്പെട്ടു. ഇവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ പൂർത്തിയാക്കിയിട്ട് ഞാൻ നേരിട്ട് വന്ന് കാണാം. അച്ഛൻ അധികാരത്തിന്റെ തലപ്പത്തിരിക്കുന്നു എന്നുള്ള അഹങ്കാരത്താൽ നാട്ടുകാരുടെ നെഞ്ചത്ത് കയറി നിരങ്ങുന്ന നിന്നെപ്പോലുള്ള രാഷ്ട്രീയ കോമരങ്ങൾക്ക് കാമാസക്തി പൂർത്തീകരിക്കാനുള്ള ഇരകളല്ല ഇവിടുത്തെ പെണ്ണുങ്ങളെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു പുതിയ അധ്യായം നിന്റെ അന്ത്യത്തോടെ ആരംഭിക്കുകയാണ്. ചാത്തുപോടാ പുലയോടി മോളെ. ഈ കലപ്പ പോലും നിന്നെ ഓർത്ത് ലജ്ജിക്കൂടാ കണ്ടാ മൃഗമേ.